ഞാനിവിടെ എനിക്ക് ഏറ്റവും സന്തോഷം തന്ന ഒരു വീഡിയോ ആദ്യം പ്ലേ ചെയ്യാം. മലയാളികളുടെ അഭിമാനമായ ക്രിക്കറ്റ് താരം സഞ്ജു സാംസനെ നേരിൽ കാണാനും അതുപോലെ ഒരു ഫോട്ടോ എടുക്കാനും സാധിച്ചതിന്റെ സന്തോഷത്തിലാണ് കടമ്പഴിപ്പുറം സ്വദേശി ശബരീഷ്. എന്താണ് ഉണ്ടായതെന്ന് നമുക്ക് ശബരിയോട് തന്നെ നമുക്ക് ചോദിച്ചു നോക്കാം. ശബരി, ഞാനടക്കമുള്ള ക്രിക്കറ്റ് ആരാധകരുടെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് ഇന്നലെ ശബരിക്ക് സാക്ഷാത്കരിക്കപ്പെട്ടത്. എന്താണ് ഉണ്ടായത്? ഞങ്ങൾ എന്നത്തെയും പോലെ സാധാരണ വൈകുന്നേരം കളിക്കാൻ പോകാറുണ്ട്. അപ്പോൾ കടമ്പഴിപ്പുറമാണ് എൻ്റെ വീട്. കടമ്പഴിപ്പുറത്ത് ഞങ്ങൾ മംഗലാകുന്നം ഗ്രൗണ്ടിൽ വന്നേരം കളിക്കാറ്. അപ്പോൾ വരണ വഴി ഒരു 5 മണി 5:15 സമയത്ത് കടമ്പഴിപ്പുറം പുഞ്ചപ്പാടം 19 സ്കൂളിൻ്റെ അവിടെ വെച്ചിട്ട് ഒരു റേഞ്ച് റോവർ വണ്ടി സൈഡാക്കി നിർത്തിയെന്ന് കണ്ടു. അപ്പോൾ ജസ്റ്റ് ഞങ്ങളങ്ങനെ സാധാരണ നല്ല വലിയൊരു വണ്ടിയാണ്, പുതിയ വണ്ടിയാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ ജസ്റ്റ് നോക്കിയതാണ്. നോക്കിയപ്പോൾ അതിനുള്ളിൽ സഞ്ജു സാംസൻ്റെ സദൃശ്യമുള്ള ഒരാളെ കണ്ടു. അപ്പോൾ എൻ്റെ കൂടെ കൂട്ടുകാരനായ മണി ഉണ്ടായിരുന്നു. അപ്പോൾ അവനെ വണ്ടി ഓടിച്ചു, ബൈക്കിലായിരുന്നു അവനെ വണ്ടി ഓടിച്ചിട്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫ്രണ്ട് പോയി, ഞാൻ അടുത്ത് പറഞ്ഞു സഞ്ജുവാണ് തോന്നുന്നു പറഞ്ഞു. അപ്പോൾ കുറച്ച് മുന്നിൽ പോയി വണ്ടി നിർത്തി. അപ്പോൾ അവനോട് നോക്കാൻ പറഞ്ഞു. വണ്ടി തിരിച്ച് നേരെ വണ്ടിയുടെ ഫ്രണ്ടിൽ വന്ന് നോക്കുമ്പോൾ സഞ്ജു വരുന്നത്. അപ്പോൾ ഞങ്ങൾ നേരെ കാണുന്ന സമയത്ത് മൂപ്പര് ഒരു വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. മൂപ്പരെ കൂടെ വേറെ 2 ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ 1 മിനിറ്റ് പറഞ്ഞു മൂപ്പര്. അപ്പോൾ ഓക്കെ പറഞ്ഞ് ഞങ്ങൾ വണ്ടിയുടെ ബാക്കിൽ പോയി നിന്നു. അത് കഴിഞ്ഞ് മൂപ്പര് ഒരു 5 മിനിറ്റിനടുത്ത് സംസാരിച്ചു, വീഡിയോ കോൾ സംസാരിച്ചു. എന്നിട്ട് ഹോൺ അടിച്ച് വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, കൈ കൊടുത്തു ആദ്യം. അത് കഴിഞ്ഞിട്ട് ഫോട്ടോ എടുക്കണം ചോദിച്ചു. അപ്പോൾ ഫോട്ടോ എടുക്കുക എന്നുകൊണ്ട് സെൽഫി എടുക്കുകയാണെങ്കിൽ എൻ്റെ ഫോൺ എടുത്ത് ഞാൻ സെൽഫി എടുത്തു. അതേമാതിരി കൂടനായിരുന്ന മണിയും സെൽഫി എടുത്തു. സഞ്ജു എന്തോ ഒരു ഗിഫ്റ്റ് കൂടി ശബരീഷിന് നൽകിയെന്ന് നമ്മൾ അറിഞ്ഞു. എന്താണ് അത് സംഭവം? അത് എൻ്റെ ഫോണ് സാംസങ്ങിൻ്റെ ഫോണായിരുന്നു. അത് അപ്ഡേറ്റ് ചെയ്ത സമയത്ത് ലൈൻ ഇഷ്യൂ വന്നു. ഒരു 5-8 ലൈൻ ഉണ്ടായിരുന്നു ഫോണിൽ. അപ്പോൾ ഞാൻ ആ ഫോണിലാണ് ഫോട്ടോ എടുത്തത്. ആ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഫോണ് മൂപ്പര് കണ്ട്. അപ്പോൾ മൂപ്പര് 1 മിനിറ്റ് എന്ന് പറഞ്ഞ് ഫോട്ടോ എടുക്കൽ കഴിഞ്ഞ് വണ്ടിയിൽ നിന്ന് ഇറങ്ങി ബാക്ക് ഡിക്കി തുറന്ന് ഒരു സ്യൂട്ട് കേസ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ടെക്നോ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ഒരു ഫോൺ എനിക്ക് കയ്യിലെടുത്ത് തന്നു. ഇത് വെച്ചോ, മറ്റേ ഇതിൻ്റെ ഫോണ് കംപ്ലൈൻറ്റിലല്ല, നീ ഇത് കയ്യിൽ വെച്ചോ എന്നുകൊണ്ട് എനിക്ക് തന്നു. ആ ഒരു ഫോണിൽ തന്നെയാണോ ഫോട്ടോ എടുത്തതും കാര്യങ്ങളൊക്കെ? അല്ല, എൻ്റെ പുതിയ ഫോണിലെടുത്തില്ല, പൊട്ടിക്കാത്തൊരു ഫോണായിരുന്നു തന്നത്. പുതിയ അൺബോക്സ് ചെയ്യാത്തൊരു ഫോണാണ് തന്നെ എൻ്റെ കയ്യിൽ. ഞാൻ എൻ്റെ ഫോണിൽ പോലെ തന്നെ നിങ്ങൾക്കും എന്തായാലും വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വേറൊന്നുമല്ല, നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്ന നമ്മുടെ സ്വന്തം സഞ്ജു സാംസൺ. ഇപ്പൊ പുള്ളിയെ വഴി വെച്ച് കണ്ടപ്പം പുള്ളിക്കാരൻ ഒരു എന്താ പറയുന്ന പുള്ളിയുടെ ഒരു ആരാധകൻ. നമ്മൾ മലയാളികളൊക്കെ ഒരുപാട് സഞ്ജു സാംസനെ സ്നേഹിക്കുന്നുണ്ട്. സാധാരണഗതിയിൽ ഒരു ക്രിക്കറ്റ് പ്ലെയറെ ഒക്കെ കാണാൻ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ എന്നാ പറയുന്നത്, നമ്മൾ പറയും ഓ ഭയങ്കര ജാടയൊന്നും അടുക്കാൻ പോലും പറ്റത്തില്ല എന്നുള്ള സിറ്റുവേഷൻ. അങ്ങനെയുള്ള കുറെ ആൾക്കാരെ നമ്മൾ കണ്ടു വളർന്നിട്ടുള്ളതാണ്. അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് വിഭിന്നമായിട്ട് നേരെ വിപരീതമായിട്ടാണ് നമ്മുടെ സ്വന്തം സഞ്ജു സാംസൺ പെരുമാറ്റവും കാര്യങ്ങളും എല്ലാം. എത്ര ആൾക്കാരെ ഇതുപോലെ ആകർഷിക്കാനുള്ളതിന്റെ ഏറ്റവും വലിയ കാരണം തന്നെ പുള്ളിയുടെ ആ ഒരു ഡൗൺ ടു എർത്ത് ആ ഒരു സ്വഭാവമാണ്. ആൾക്കാരെ ബഹുമാനിക്കാനും സ്നേഹിക്കാനും കാണുമ്പോൾ ഒരു ചിരി തരാനും ഒക്കെ പറ്റുന്നത് തന്നെ ഏറ്റവും വലിയ കാര്യം. അതും ഈ ടോപ്പ് മോസ്റ്റ് ഒരു പ്ലെയർ എന്ന് നമുക്ക് തന്നെ പറയാം. അത്രയും ഒരു ഹൈറ്റിൽ നീ എത്ര ഉയരത്തിലാകുവോ അത്രയും വിനീതനാകുക എന്ന് ബൈബിളിൽ ഒരു വചനമുണ്ട്. ആ ഒരു വചനത്തെ അന്വർത്ഥമാക്കുന്ന രീതിയിലാണ് സഞ്ജു സാംസന്റെ ഒരു പെരുമാറ്റം. പുള്ളി എത്രയോ ഉന്നതിയിലാണ് നിൽക്കുന്നത്, പക്ഷെ അത്രയും മാത്രം വിനീതനായിട്ടാണ് പുള്ളിക്കാരന്റെ പെരുമാറ്റവും കാര്യങ്ങളും എല്ലാം വരുന്നത്. നമുക്ക് കാണുമ്പോൾ തന്നെ ഒരുപാട് നല്ല ഫീലിംഗ് കിട്ടും. മാത്രമല്ല സഞ്ജുവിന്റെ ഒരു പ്രത്യേകത, നന്നായിട്ട് കളിക്കുമ്പോൾ എല്ലാവരും എടുത്ത് പൊക്കി മേളിൽ കയറ്റും. പക്ഷെ ഒന്ന് താഴ്ചയിലേക്ക് പോയാൽ നമ്മൾ പ്രത്യേകിച്ച് നമ്മളെല്ലാവരും താഴോട്ട് ചവിട്ടാൻ ചില ആൾക്കാർ അദ്ദേഹത്തെ ഭയങ്കരമായിട്ട് വിമർശിക്കുന്നൊക്കെ കാണും. അപ്പം അങ്ങനെയൊക്കെ ഉള്ള ആളുകൾ ഉണ്ടെങ്കിൽ പോലും, അങ്ങനെ വിമർശിക്കുന്നവർ പോലും സഞ്ജുവിനെ സ്നേഹിക്കുന്നുണ്ട്, ഉള്ളുകൊണ്ട് സ്നേഹിക്കുന്നുണ്ട്. ഇവൻ കൊള്ളാം, ഇവൻ നല്ലൊരു പയ്യനാണ്. അതാണ് എനിക്കും സഞ്ജുവിലേക്കുള്ളൊരു ഇഷ്ടം തോന്നി. പുള്ളി രാജസ്ഥാൻ റോയൽസിൽ വന്നതിന് ശേഷം കളിച്ച് പുള്ളിയുടെ ഓരോ കളികളും ഞാൻ വാച്ച് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. സഞ്ജു സാംസന്റെ ഒരു കളി പോലും ഞാൻ ഇതുവരെ മിസ്സാക്കിയിട്ടില്ല. അന്നും ഇന്നും എന്നും സഞ്ജു സാംസന്റെ ബാറ്റിംഗ് ഞാൻ നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കീപ്പിംഗ് ഞാൻ നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ട്. ഫോം ഔട്ട് ആകുന്ന സമയങ്ങളിൽ നമ്മൾ വേണം കൂടെ നിൽക്കാനായിട്ട്. നമ്മുടെ ഒരു സപ്പോർട്ട് മനസ്സുകൊണ്ടോ ഒക്കെ ആയിട്ട്. കഴിഞ്ഞ ദിവസം അദ്ദേഹം ഇതുപോലെ തന്നെ എയർപോർട്ടിൽ വന്നിറങ്ങുന്നതിന്റെ ഒരു വീഡിയോ കണ്ടായിരുന്നു. അപ്പം ആ വീഡിയോയ്ക്കകത്താണെങ്കിൽ പോലും സഞ്ജു സാംസൺ പറയുന്ന കാര്യം ഇതാണ്. ഇത് കണ്ടപ്പോഴും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും അല്ലേ?
അതാണ് അത്രയും എന്താ പറയാ 2-3 കളി ചെന്നൈക്ക് വേണ്ടി കളിച്ചിട്ട് ഫോം ഔട്ട് ആണ് പുള്ളിക്കാരൻ. അങ്ങോട്ട് ഉദ്ദേശിച്ച രീതിയിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല. ആ സമയത്ത് എന്താ പറയുക, എയർപോർട്ടിൽ വന്നിറങ്ങി വണ്ടിയിലോട്ട് കയറുമ്പോൾ ഇനി അടുത്ത കളി ഉഷാറാക്കണം എന്ന് പറയുമ്പോൾ ഉഷാറാക്കണ്ടേ എന്ന് പുള്ളിക്കാരൻ തിരിച്ചൊരു മറുപടി പറയുന്നത് എന്താ പറയുന്നത്, അത്രയും പുള്ളിക്കാരൻ എന്നാ പറയുന്നത്, പുള്ളിക്ക് അറിയാം ഒന്ന് വീണാൽ പോലും ചില ആൾക്കാരെ ഒരുപാട് ആൾക്കാരെ പിടിച്ച് നിൽക്കാനുണ്ട്, കൂടത്തെ ആൾക്കാരുണ്ടെന്നുള്ളൊരു സപ്പോർട്ടുണ്ട്. അപ്പോൾ എന്തായാലും ആ ഒരു സ്നേഹം പുള്ളിക്കാരന് മലയാളികളോട്, നമ്മൾ പുള്ളിയുടെ ഫാൻസിനോടെല്ലാം ഉണ്ട്. അതുപോലെ തന്നെ നമുക്കും പുള്ളിയോട് ഒരു സ്നേഹമുണ്ട്. എന്തോ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന പുള്ളിയുടെ ഈ ഒരു സ്വഭാവമാണ്. പിന്നെ ബാറ്റിങ്ങിൽ പുള്ളി ഒന്ന് കത്തി കയറി കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട, സിക്സുകളുടെ പെരുമഴയായിരിക്കും. നമ്മൾ IPL ചെന്നൈക്ക് വേണ്ടി കളിക്കുമ്പം എന്താണ് പ്രതീക്ഷിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഒന്നുമില്ല, തട്ടണം തൂക്കണം എന്ന് പറയുന്നത്, അതായത് സിക്സ് മടമട എന്ന് അടിക്കണം എന്നൊക്കെയാണ് പുള്ളിക്കാരൻ പറയുന്നത്. അപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്നതും പുള്ളിയുടെ കയ്യിൽ നിന്ന് നല്ലൊരു ബാറ്റിംഗ് പെർഫോമൻസ് ആണ്. അപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു ബ്രേക്കിൽ പുള്ളി നാട്ടിലേക്ക് വന്നു. അങ്ങനെ ഒരു ടീം ക്യാമ്പിൽ നിന്ന് പുറത്തേക്കൊക്കെ പോകാവോ എന്ന് എനിക്കറിയത്തില്ല. എനിക്ക് തോന്നുന്ന വിത്ത് പെർമിഷൻ പുള്ളിക്കാരൻ വെളിയിൽ ചാടിയതാണ്. കാരണം പുള്ളിയുടെ ആ ഒരു മൈൻഡിലെ പ്രഷറോ കാര്യം എന്തെങ്കിലും ഉണ്ടെന്ന് പോട്ടെ, ഒന്ന് ഫ്രീ ആയിട്ട് നടന്നിട്ട് ഒന്ന് പുറത്തൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വരട്ടെ, അല്ലെങ്കിൽ വീട്ടിൽ പോയിട്ട് വരട്ടെ. വീട്ടുകാരെ കണ്ട് എന്തോ ചെന്നൈ മാനേജ്മെൻറ്റ് ഇത്രയും നന്നായിട്ട് പുള്ളീനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് തോന്നി. കാരണം അങ്ങനത്തെ ഒരു എന്താ പറയുക, പുള്ളിയുടെ ഒരു സിറ്റുവേഷൻ, അതായത് കഴിഞ്ഞ സ്റ്റീഫൻ ഫ്ലെമിംഗ് ആണെങ്കിൽ പോലും പറഞ്ഞു, അതായത് ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ഹെഡ് കോച്ച് പോലും പറഞ്ഞു, അദ്ദേഹം പൊട്ടിത്തെറിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കരമാണ്, റണ്ണിനായിട്ട് ദാഹിക്കുന്ന ഒരു മനുഷ്യനാണ് സഞ്ജു സാംസൺ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഫോം ഔട്ടായ സിറ്റുവേഷനിൽ പോലും പുള്ളിയെ ബാക്ക് ചെയ്യും എന്നുള്ളതാണ്. അതാണ് ഒരു ടീം മാനേജ്മെൻറ്റ് കൊടുത്ത ഏറ്റവും നല്ലൊരു സപ്പോർട്ട്. അപ്പം ചെന്നൈ സൂപ്പർ കിങ്സിന് വേണം ഒരു നല്ല നല്ല കയ്യടി കൊടുക്കുക. നമ്മൾ സാധാരണ രീതി പറയുവാണെങ്കിൽ അത്രയും അധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി. ഇനി പുള്ളി കറങ്ങി തിരിഞ്ഞ് വന്നിട്ട് അതായത് ഒന്ന് ഔട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് വന്നിട്ട് പുള്ളിക്കാരൻ്റെതായ രീതിയിൽ നല്ല ഫോമിൽ പുള്ളി ബാറ്റ് ചെയ്യണം, അടിക്കണം. ഇനി വരുന്ന കളികളെല്ലാം അടിക്കണം. അത് പ്രത്യേകിച്ച് എനിക്ക് എൻ്റെ മനസ്സിലൊരു ആഗ്രഹമുള്ള, പുള്ളി രാജസ്ഥാൻ റോയൽസിനെ എല്ലാ ടീമിലിട്ടും അടിക്കണം. രാജസ്ഥാൻ റോയൽസിനിട്ട് നന്നായിട്ടുണ്ട്. പുള്ളിയുടെ സ്വന്തം ടീമായിരുന്നു, പക്ഷേ പുള്ളി തിരിച്ച് മറ്റേ ടീം, അതായത് ചെന്നൈയിലേക്ക് എത്തിക്കഴിഞ്ഞിട്ട് ആദ്യത്തെ രാജസ്ഥാനുമായിട്ടുള്ള കളിയിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ അവർക്കിട്ട് അടിക്കണം. എന്തോ എനിക്കും അങ്ങനെ മനസ്സിലൊരു തോന്നൽ വന്നു. കാരണം കഴിഞ്ഞ ദിവസം റിയാൻ പരാഗ് ഒരു സിക്സർ തൂക്കി കളി ജയിപ്പിച്ചതിന് ശേഷം സഞ്ജു സാംസനെ നോക്കിയിട്ട് എന്താ പറയുക, ബൈസെപ്സ് അതായത് മസിൽ പിടിച്ച് കാണിക്കുന്ന ഒരു സീനുണ്ടായിരുന്നു. സഞ്ജുവിൻ്റെ ഒരു സ്വതസിദ്ധമായ ശൈലിയായിരുന്നത്. അത് നേരെ തിരിച്ച് ആക്കി വിട്ടതുപോലെ തോന്നി. എനിക്ക് ഫീൽ ചെയ്തതായിരിക്കണം ചിലപ്പോൾ. എന്നതാണെങ്കിലും സഞ്ജു അടുത്ത ദിവസങ്ങളിൽ ഇനി വരുന്ന കളികളിൽ നന്നായിട്ട് കളിച്ച് ചെന്നൈയിനെ നല്ല നിലയിൽ എത്തിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം അത്രയും നല്ല എന്താ പറയുന്നത് വാല്യൂ ഉള്ള ഒരു പ്ലെയറാണ് സഞ്ജു സാംസൺ. പുള്ളിയുടെ ഓരോ ബാറ്റിങ്ങും നമുക്കറിയാം. ന്യൂസിലൻഡിനെതിരെയുള്ള മത്സരങ്ങൾ 5 കളിയും ഫോം ഔട്ട് ആയതിനു ശേഷം ടീമിൽ നമ്മുടെ വേൾഡ് കപ്പ് ടീമിൽ വന്ന് ആദ്യ കളികളിലൊക്കെ ബെഞ്ചിലിരുന്നതിന് ശേഷം പുള്ളിക്ക് അവസരം കിട്ടിക്കഴിഞ്ഞപ്പോൾ പുള്ളി ആ സമയത്ത് കളിച്ചൊരു കളിയുണ്ടല്ലോ, ഞാൻ ആ ഒരു ബാറ്റിംഗ് ആണ് ഇനി പ്രതീക്ഷിക്കുന്നത്. ചെന്നൈക്ക് വേണ്ടിയിട്ട് പുള്ളി കളിക്കുമ്പോൾ ഇനി ഞാൻ പ്രതീക്ഷിക്കുന്ന അങ്ങനത്തെ ഒരു ബാറ്റിങ്ങാണ്. എന്നെപ്പോലെ തന്നെ ഒരുപാട് പേര് പ്രതീക്ഷിക്കുന്നുണ്ട്. മാത്രമല്ല ചെന്നൈ ആരാധകർ, സഞ്ജുവിനെ ഒരുപാട് സ്നേഹിക്കുന്ന ചെന്നൈ ആരാധകരുണ്ട്, തമിഴ് ആരാധകരുണ്ട്. അവരാണെങ്കിലും പ്രതീക്ഷിക്കുന്ന സഞ്ജുവിൻ്റെ ബാറ്റിൽ നിന്നും സ്ഫോടനാത്മകമായിട്ട് പന്തുകൾ ബൗണ്ടറിക്ക് മുകളിലേക്ക് ചീറിപ്പായുന്നത് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പം എന്തായാലും ഞാൻ പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. പുള്ളി ഒരു തീപ്പൊരി വരെ ഇപ്പം ചവിട്ടി നിൽക്കുന്നു. ഇപ്പം എന്താ പറയുക, നമ്മൾ പുള്ളിയുടെ പെർഫോമൻസിൽ പുള്ളീനെ അളന്നു കുറിച്ച് കീറി മുറിച്ച് എന്താ പറയുന്നത് അതായത് നമ്മൾ ശരിക്കും ഒരു സർജറി ചെയ്യുന്ന പോലെ ഓരോരുത്തരുടെ വാക്കുകളും കീറി മുറിക്കുകയാണ്. അങ്ങനെ കീറി മുറിച്ച വിമർശകർ പോലും തിരിച്ച് പുള്ളിയെ എന്താ പറയുക, പുള്ളിക്ക് വേണ്ടി ജയ് വിളിക്കുന്ന ഒരു സെറ്റപ്പ്, ആ ഒരു രീതിയിലേക്ക് പുള്ളിയുടെ ഒരു പെർഫോമൻസിനായിട്ട് ഞാൻ കാത്തിരിക്കുകയാണ്. അപ്പം എന്തായാലും അത് ഉടനെ ഉണ്ടാകും. ചെന്നൈ സൂപ്പർ കിങ്സ് 3 കളി തോറ്റ് നിൽക്കുകയാണ്. പക്ഷേ ഇനി അവർ ജയിച്ചു തുടങ്ങും. ഇനി അവരുടെ എല്ലാ കാര്യങ്ങളും മാറി വരാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. കാരണം അവർക്കൊരു ബ്രേക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ പ്ലേയേഴ്സിനും, സഞ്ജുവിന് മാത്രം എല്ലാവർക്കും ഒരു ബ്രേക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ബ്രേക്കിന് ശേഷം അവർ തിരിച്ചു വന്ന് നന്നായിട്ട് പെർഫോം ചെയ്യുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും സഞ്ജുവിൻ്റെ ഈ ഒരു എളിമയും വിനയവും കാണുമ്പം പുള്ളീനെ നമുക്ക് കൂടുതൽ ഇഷ്ടം തോന്നുന്നുണ്ട്. പുള്ളി നന്നായിട്ട് കളിക്കുകയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല. നീ എത്ര ഉന്നതനാണോ അത്രമാത്രം വിനീതനാവുക. ഇത് തന്നെ എനിക്ക് പറയാനുള്ളൂ. സഞ്ജുവിൻ്റെ ആ ഒരു സ്വഭാവം കാണുമ്പോൾ എനിക്ക് തോന്നുന്നതാണ് ഇത് എല്ലാവരോടും കൂടെ ആയിട്ടിരിക്കട്ടെ. അതാണ്, എത്ര ഹൈറ്റ് നിന്നാലും ആ എളിമയും വിനയവും ഒക്കെ കൈവിടാതിരിക്കുക മാത്രമേ ഉള്ളൂ.
സഞ്ജുവിൻ്റെ ഒരു മികച്ച ഇന്നിങ്സിനായിട്ട് ഞാൻ കാത്തിരിക്കുന്നു. അതുപോലെ തന്നെ ചെന്നൈ സൂപ്പർ കിങ്സ് നല്ല കളി മികവോടുകൂടി തിരികെ വരട്ടെ, അവരുടെ പോരായ്മകളെല്ലാം മാറ്റി അവർ തിരികെ വരട്ടെ. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. സഞ്ജു സാംസന്റെ ഞാൻ ആദ്യം കാണിച്ച വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. അപ്പോൾ അതുകൊണ്ട് എനിക്കിതൊന്ന് സംസാരിക്കണം എന്നെനിക്ക് തോന്നി. അപ്പം ബൈ.